വെൽക്കം ടു മിസ്റ്റർ ഫോക്സ് ചാനൽ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ GST ഇൻകം ടാക്സ് അപ്ഡേറ്റുകൾ സ്ഥിരമായി വാട്സപ്പ് ബ്രോഡ്കാസ്റ്റായി ലഭിക്കുന്ന സബ്സ്ക്രൈബ് ബ്രോഡ്കാസ്റ്റിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഫ്രീ മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ചെയ്യുന്നതിനായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ലിങ്കിലേക്ക് നിങ്ങളുടെ നെയിം, പ്ലേസ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എന്നിവ വാട്സപ്പ് ചെയ്യുക. നിങ്ങളുടെ ഫ്രീ മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വിസിറ്റിംഗ് ദിസ് ചാനൽ. GST പോർട്ടലിൽ വരാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് അഡ്വൈസറി ഫോർ ഫർണിഷിംഗ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ബിഫോർ ഫയലിംഗ് GSTR 1 ഓർ IFF നോട്ടിഫിക്കേഷൻ നമ്പർ 38/2023. ന്യൂ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ആളുകൾ ഫസ്റ്റ് ടൈം ലോഗിൻ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാകും റൂൾ 10A എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ പോപ്പപ്പ് ചെയ്ത് വരുന്നതായിട്ട്. രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം വാലിഡ് ആയിട്ടുള്ളൊരു ബാങ്ക് അക്കൗണ്ട് നിങ്ങളുടെ GST രജിസ്ട്രേഷൻ ഡീറ്റെയിൽസിൽ ആഡ് ചെയ്യേണ്ട പീരീഡ് എന്ന് പറയുന്നത് 30 days ആണ്. രജിസ്ട്രേഷൻ കിട്ടിയ ഡേറ്റ് മുതലുള്ള 30 days ആഡ് ചെയ്യണം. ഇത് നോട്ടിഫിക്കേഷൻ നമ്പർ 31/2019 അനുസരിച്ചാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇത് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നതാണ്. പക്ഷേ പലരും ഇത് ചെയ്തിട്ടില്ല. അത് കാരണം കൊണ്ട് ഫ്രം 1st September 2024 ദിസ് റൂൾ ഈസ് ബീയിങ് എൻഫോഴ്സ്ഡ്. ഇത് എൻഫോഴ്സ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് എല്ലാം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അവർ പറയുന്നത് August 2024 റിട്ടേൺ GSTR 1 റിട്ടേൺ നിങ്ങൾക്ക് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക്ഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ സാധിക്കില്ല. അത് ബ്ലോക്ക് ചെയ്ത് വെക്കുന്നതാണ്. പ്രത്യേകം പറയുന്നത് ദ ടാക്സ് പേയർ വിൽ നോട്ട് ബി ഏബിൾ ടു ഫർണിഷ് GSTR 1 ഓർ IFF. ഇത് ന്യൂ രജിസ്ട്രേഷൻ എടുത്ത ആളുകൾ മാത്രമല്ല, എല്ലാവരും ചെയ്യേണ്ട കേസ് തന്നെയാണ്. സോ അങ്ങനെ ചെയ്യാത്ത ആളുകൾ സർവീസസിൽ രജിസ്ട്രേഷനിൽ അമെൻമെൻറ്റ് ഓഫ് രജിസ്ട്രേഷനിൽ പോയിട്ട് കോർ ഫീൽഡ് ടാബ്സ് എടുത്തിട്ട് അവിടെ ചെയ്യാവുന്നതാണ്. പ്രാക്ടിക്കലായിട്ട് നമുക്ക് നോക്കാം. ഇവിടെ സർവീസസിൽ രജിസ്ട്രേഷനിൽ കോർ ഫീൽഡ്സും നോൺ കോർ ഫീൽഡ്സും ഉണ്ട്. ഇവിടെ നോൺ കോർ ഫീൽഡ്സ് ആയാലും സെലക്ട് ചെയ്താൽ മതി. നിങ്ങൾക്കിവിടെ ഈ ഓപ്ഷൻ അവൈലബിൾ ആവും തന്നെയാണ്. സോ ഇവിടെ ബാങ്ക് അക്കൗണ്ട്സിൽ ഇവിടെ നമുക്ക് കാണാം ഓൾറെഡി ബാങ്ക് അക്കൗണ്ട് എൻ്റർ ചെയ്ത് വെരിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഒരു ബാങ്ക് അക്കൗണ്ടും ആഡ് ചെയ്യാത്തവർക്ക് 0 എന്നായിരിക്കും കാണാൻ സാധിക്കുക. സോ ഇവിടെ നമ്മൾ 1 എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ദെൻ കണ്ടിന്യൂ കൊടുത്താൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. അക്കൗണ്ട് നമ്പർ, അതുപോലെ തന്നെ IFSC കോഡ് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യുക. ദെൻ അവിടെ കൺഫേം കൊടുത്തതിന് ശേഷം വെരിഫിക്കേഷനിൽ വന്നിട്ട് ഇത് വെരിഫൈ ചെയ്യുക. ഓതറൈസ് സിഗ്നേച്ചർ വെച്ചിട്ട് DSC അല്ലെങ്കിൽ EVC ഉപയോഗിച്ചുകൊണ്ട് വെരിഫൈ ചെയ്യുക. പലരും ഞാൻ കണ്ടിട്ടുള്ളത് ബാങ്ക് അക്കൗണ്ട്സിൽ വന്നിട്ട് ഇത് വെറുതെ സേവ് ചെയ്ത് പോവും, പക്ഷേ ഇത് വെരിഫൈ ചെയ്യില്ല. നിങ്ങൾ എന്ത് ഫോം ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിലും അത് വെരിഫൈ ചെയ്ത് EVC അല്ലെങ്കിൽ DSC വെച്ച് വെരിഫൈ ചെയ്താലേ ആ ഫോം ഫയൽ ആവുള്ളൂ. ഇത് ഫയലിങ്ങിൻ്റെ ഒരു ബേസിക്കാണ്. അപ്പോൾ ഇതിവിടെ വെറുതെ ആഡ് ചെയ്തിട്ടുകൊണ്ട് കാര്യമില്ല, അത് വെരിഫൈ ചെയ്ത് കൺഫേം ചെയ്യുക. ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഓഗസ്റ്റ് മന്തിൽ റിട്ടേൺസ് GSTR 1 ഫയൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്ഡേറ്റ് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.